അലൂമിനിയത്തിൻ്റെ ശബ്ദവേഗം 6423, സ്റ്റീൽ 5944, കടൽജലം 1525, ശുദ്ധജലം 1485, ഹീലിയം 968, വായു 347. ഖരപദാർത്ഥങ്ങളിലൂടെയാണ് ഏറ്റവും വേഗതയിൽ ശബ്ദം സഞ്ചരിക്കുന്നത്. അതിൽ തന്നെ SCRT ടെസ്റ്റിൽ വായുവിൻ്റേത് 347, ഏറ്റവും അധികം ശബ്ദം വേഗത്തിൽ സഞ്ചരിക്കുന്നത് അലൂമിനിയത്തിലൂടെയാണ് 6423. പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. SI യൂണിറ്റ് ജൂൾ. ജെയിംസ് പ്രെസ്കോട്ട് ജൂളിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ പേര് നൽകിയത്. ചന്ദ്രനിലെ ഭൂഗുരുത്വ ത്വരണം 1.62 മീറ്റർ/സെക്കൻഡ്². ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ J. തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എന്നാൽ പല പരീക്ഷണങ്ങൾക്കും വിശദീകരണം നൽകാൻ തോംസൺ മാതൃകയ്ക്ക് സാധിച്ചില്ല. അതിനാലാണ് ഈ മാതൃക പിന്തള്ളപ്പെട്ടത്. ലോഹങ്ങൾ, അതിൻ്റെ അയിരുകൾ: അലൂമിനിയം, ബോക്സൈറ്റ്; ഇരുമ്പ്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്; കോപ്പർ പൈറൈറ്റ്സ്; കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്; സിങ്ക് ബ്ലെൻഡ്, കലാമിൻ; ടിന്ന്, കാസിറ്ററൈറ്റ്, ടിൻസ്റ്റോൺ. ലാവോസിയ മൂലക വർഗീകരണത്തിലുള്ള ആദ്യകാല ശ്രമങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ലാവോസിയ. അദ്ദേഹം മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. ഡോബറൈന് മൂലകങ്ങളെ സമാന ഗുണങ്ങളുള്ള 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഈ ഗ്രൂപ്പുകൾ ത്രികങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ ആറ്റോമിക മാസ് മറ്റ് 2 മൂലകങ്ങളുടെ ആറ്റോമിക മാസിന്റെ ഏകദേശം ശരാശരിയാണെന്ന് ഇദ്ദേഹം പ്രസ്താവിച്ചു. എന്നാൽ ഏതാനും മൂലകങ്ങളെ മാത്രമാണ് അദ്ദേഹത്തിന് ഈ രീതിയിൽ വർഗീകരിക്കാൻ കഴിഞ്ഞത്. മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് ന്യൂലാൻഡ്സ് കണ്ടെത്തി. ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്തു. ഈ വർഗീകരണം അഷ്ടക നിയമം എന്ന് അറിയപ്പെട്ടു. കൂടുതൽ മൂലകങ്ങൾ കണ്ടെത്തിയതോടെ എല്ലാ മൂലകങ്ങളെയും ഇത്തരത്തിൽ ക്രമീകരിക്കാനാവില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മെൻഡലീഫ് എന്ന ശാസ്ത്രജ്ഞൻ അതുവരെ അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ച് ഒരു പട്ടിക തയ്യാറാക്കി. ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായി ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി കണ്ടെത്തി. മെൻഡലീഫ് 1869 ആവർത്തന പട്ടിക രൂപീകരിച്ചപ്പോൾ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചോ അതിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിവ് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളുടെ ഗുണങ്ങൾ ആറ്റോമിക നമ്പറിനെ ആശ്രയിക്കുന്നുവെന്ന് ഹെൻറി മോസ്ലി കണ്ടെത്തി. ഇതനുസരിച്ച് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ആവർത്തന പട്ടികയാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന ആധുനിക ആവർത്തന പട്ടിക, മോഡേൺ പീരിയോഡിക് ടേബിൾ. തെർമോപ്ലാസ്റ്റിക്കുകളും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും തമ്മിലുള്ള വ്യത്യാസം. തെർമോപ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിലുള്ള പുതിയ ഉൽപ്പന്നമാക്കി മാറ്റാൻ സാധിക്കും. എന്നാൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ അഥവാ തെർമോസെറ്റുകൾ വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ തെർമോപ്ലാസ്റ്റിക്കുകളാണ്. എന്നാൽ പ്രഷർ കുക്കറിന്റെ കൈപ്പിടി പോലുള്ളവ തെർമോസൈറ്റുകളാണ്. തെർമോപ്ലാസ്റ്റിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ. എന്നാൽ പ്രഷർ കുക്കറിന്റെ കൈപ്പിടി തെർമോസെറ്റുകളാണ്. സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലുപ്പവും പ്രതിബിംബത്തിന്റെ വലുപ്പവും തുല്യമായിരിക്കും. നെല്ലിക്കയിൽ ധാരാളം വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി എന്നത് അസ്കോർബിക് ആസിഡ് ആണ്. ഇതിന്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത്. ഭക്ഷ്യവസ്തുക്കളും അതിലടങ്ങിയിരിക്കുന്ന ആസിഡുകളും
മോര്, തൈര് എന്നിവയിൽ ലാക്റ്റിക് ആസിഡ്, വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, നാരങ്ങയിൽ സിട്രിക് ആസിഡ്, വാളൻപുളിയിൽ ടാൽറ്റാറിക് ആസിഡ്, ആപ്പിളിൽ മാലിക് ആസിഡ്, നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡ്, തക്കാളിയിൽ ഓക്സാലിക് ആസിഡ്. നാം കഴിക്കുന്ന ആഹാരത്തിന്റെ ദഹനത്തെ സഹായിക്കുന്നതിന് ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ചിരലിൽ ഇതിന്റെ ഉൽപാദനം കൂടുതലായതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി. ആമാശയത്തിനുള്ളിലെ നീറ്റൽ, നെഞ്ചെരിച്ചിൽ, പുളിച്ചുതകട്ടൽ, മലബന്ധം എന്നിവ അസിഡിറ്റിയുടെ ലക്ഷണമാണ്. ആസിഡിനെ നിർവീര്യമാക്കുന്ന ആന്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിന് പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പൊങ്ങും. റോക്കറ്റുകളിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കി. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കിയത്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാൽ ജലമുണ്ടാകുന്നു. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാക്കാം. ഭാവിയുടെ ഊർജ വാഗ്ദാനമാണ് ഹൈഡ്രജൻ. ഒരു പിരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. ഒരു പിരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ന്യൂക്ലിയർ ചാർജ് ക്രമേണ കൂടും. ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നു. ബാഹ്യതമ ഷെല്ലുകളിലെ ഇലക്ട്രോണിന്റെ ആകർഷണ ബലം കൂടുന്നു. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ ആകർഷണ ബലം കൂടുന്നു. അതിനാൽ ആറ്റത്തിന്റെ വലുപ്പം ക്രമേണ കുറയുന്നു. ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. എന്നാൽ ആറ്റത്തിന്റെ വലുപ്പം കുറഞ്ഞു വരുന്നു. കാരണം ന്യൂക്ലിയർ ചാർജ് ക്രമേണ കൂടുന്നു. ബാഹ്യതമ ഷെല്ലുകളിലെ ന്യൂക്ലിയസിന്റെ ആകർഷണവും കൂടുന്നു. അതിനാൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ലെങ്കിലും അതിന്റെ വലുപ്പം കുറയുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും ആറ്റത്തിന്റെ വലുപ്പം കൂടി വരുന്നു. ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കുറഞ്ഞു വരുന്നു. ഇടത്തുനിന്ന് വലത്തോട്ട് ആറ്റത്തിന്റെ വലുപ്പം കുറയുന്നു. മുകളിൽ നിന്ന് താഴോട്ട് ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു. ചേർക്കുന്ന രാസവസ്തു, ലഭിക്കുന്ന ഗ്ലാസിന്റെ നിറം: കാഡ്മിയം സൾഫൈഡ് മഞ്ഞ നിറം, ഗോൾഡ് ക്ലോറൈഡ് റൂബി റെഡ്, ക്രോമിയം ഓക്സൈഡ് പച്ച, കൊബാൾട്ട് ഓക്സൈഡ് നീല. കൊബാൾട്ട് ഓക്സൈഡ് നീല, ക്രോമിയം ഓക്സൈഡ് പച്ച, ഗോൾഡ് ക്ലോറൈഡ് റൂബി റെഡ്, കാഡ്മിയം സൾഫൈഡ് മഞ്ഞ. ഉപകരണം: ഊർജ പരിവർത്തനം. വൈദ്യുത ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. വൈദ്യുത ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ഫാനിൽ വൈദ്യുതോർജം യാന്ത്രികോർജമാകുന്നു. ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുതോർജം താപോർജമാകുന്നു. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം പ്രകാശോർജമാകുന്നു. ആവർത്തനം: പ്രതിബിംബത്തിന്റെ ഉയരം വസ്തുവിന്റെ ഉയരത്തിന്റെ എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആവർത്തനം. പ്രതിബിംബത്തിന്റെ ഉയരം വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആവർത്തനം. ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല. പ്രതിബിംബത്തിന്റെ സ്വഭാവവും ആവർത്തനത്തിന്റെ ചിഹ്നവും: നിവർന്നതാണെങ്കിൽ പോസിറ്റീവ്, തലകീഴാണെങ്കിൽ നെഗറ്റീവ്, യഥാർത്ഥമാണെങ്കിൽ നെഗറ്റീവ്, മിഥ്യയാണെങ്കിൽ പോസിറ്റീവ്. പ്രതിബിംബത്തിന്റെ സ്വഭാവവും ആവർത്തനത്തിന്റെ ചിഹ്നവും: നിവർന്നതാണെങ്കിൽ പോസിറ്റീവ്, മിഥ്യയാണെങ്കിൽ പോസിറ്റീവ്, തലകീഴാണെങ്കിൽ നെഗറ്റീവ്, യഥാർത്ഥമാണെങ്കിൽ നെഗറ്റീവ്. ഒരു ലെൻസ് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനത്തെ സ്വാധീനിക്കുന്നത് വസ്തുവിന്റെ സ്ഥാനവും ലെൻസിന്റെ ഫോക്കസ് ദൂരവുമാണ്. ഇവ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ് ലെൻസ് സമവാക്യം. 1/f = 1/v - 1/u. f ഫോക്കസ് ദൂരം, u വസ്തുവിലേക്കുള്ള ദൂരം, v പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. ഈ സമവാക്യത്തെ f = uv/u - v എന്നും എഴുതാം.